friends, welcome to Bakes and Treats. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റും ഡെലീഷ്യസും ആയിട്ടുള്ള ഒരു കേക്കാണ് ബാറ്റൻബർഗ് കേക്ക്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാല് 1/2 കപ്പ്, ബട്ടർ 2 ടേബിൾ സ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലോർ 1 കപ്പ്, പൗഡേർഡ് ഷുഗർ 1/4 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/3 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, വിനീഗർ 1/2 ടേബിൾ സ്പൂൺ, മിക്സഡ് ഫ്രൂട്ട് ജാം ആവശ്യത്തിന്. ഒരു 7 ഇഞ്ച് പാൻ എടുത്ത് അതിൻ്റെ 4 വശവും ബട്ടർ നന്നായി തേക്കുക. ഇനി നമുക്ക് പാനിൻ്റെ വീതിയിൽ വരുന്ന ഒരു കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുക്കാം. അത് എന്നിട്ട് പാനിൻ്റെ ഏറ്റവും നടുക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ കൊണ്ട് അതിനെ കവർ ചെയ്യാം. അല്പം ബട്ടർ എടുത്ത് പാനിൻ്റെ എല്ലാ വശത്തുമായിട്ട് നമുക്ക് വീണ്ടും തേച്ച് കൊടുക്കാം. പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനിഗർ ചേർത്ത് നന്നായി ഇളക്കി ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, ഇവ മൂന്നും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ ഇതിലേക്ക് നന്നായി സീവ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി നമുക്ക് സീവ് ചെയ്ത് ചേർക്കാം. ബട്ടർ മിക്സിലേക്ക് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ്ചർ കൂടി ഒഴിച്ച് നമുക്കിതിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫൈനായിട്ടുള്ള നല്ലൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹാഫിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നമുക്ക് അത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കതിനെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ബാറ്ററും നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേ നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. മിക്സറിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. പ്രീഹീറ്റഡ് പാനിലേക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് 40 to 60 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 hour ആയിട്ടുണ്ട്. നമുക്കിനിയും കേക്ക് ബേക്ക് ആയോ എന്ന് നോക്കാം.
ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്കൊരു 30 മിനിറ്റ്സ് റെഫ്രിജറേറ്ററിൽ കേക്ക് വെക്കാം. കേക്ക് ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിരിക്കുന്ന പീസിന് ഇടയ്ക്കായിട്ട് നമുക്ക് ജാം ഫില്ലിംഗ് തേച്ച് കൊടുക്കാം. കേക്ക് ടോപ്പിങ്ങിനായിട്ട് ഗണേഷ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 100 ഗ്രാം ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാനായി നമുക്ക് ചോക്ലേറ്റിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചോക്ലേറ്റിലേക്ക് അല്പം ക്രീമും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ചോക്ലേറ്റ് ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗണേഷ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബാറ്റൻബർഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എല്ലാവരും പ്രസ് ചെയ്യുമല്ലോ.